സ്ഥാനാർത്ഥി വിദ്യാർത്ഥി സഖാക്കളോട് ചോദിക്കാൻ ഹലോ, എങ്ങനെ പോകുന്നു ഇലക്ഷൻ? ഗംഭീരമായിട്ട് പോകുന്നു. നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതല്ലേ, ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വിവിധ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ചൂടാണ്, പക്ഷെ മോസിന് ഇതൊന്നും ഏറ്റതായി തോന്നുന്നില്ല. ചൂടൊന്നുമില്ല, തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്ന പിന്നെ എന്ത് ചൂട്. പട്ടാമ്പിയിൽ ഫുൾ കോൺഫിഡന്റ് ആണ്. പിന്നെ പൊളിയല്ലേ പട്ടാമ്പി. JNU ക്യാമ്പസിന്റെ വൈബിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് മുസിൻ. അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോ ഈ മണ്ഡലത്തിലെ കോളേജും പിള്ളേരും ഞങ്ങൾ ഈ പല ആളുകളോടും അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട്, പക്ഷെ അങ്ങനെ കാര്യമായിട്ട് അഭിപ്രായങ്ങളൊന്നുമില്ല. അവര് വളരെ പോസിറ്റീവാണ്. ഈ കോളേജിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ബസ്സാണെങ്കിലും ഓപ്പൺ ഓഡിറ്റോറിയം ആണെങ്കിലും സയൻസ് ബ്ലോക്ക് ആണെങ്കിലും ഇപ്പോൾ സ്റ്റാഫിന്റെ ഇത് വരുന്നുണ്ട്. ഇങ്ങനെ കുറെ സംഭവങ്ങൾ, IT ഹബ്ബ് ഇതെല്ലാം യാഥാർത്ഥ്യമാക്കും. ഒരു അനുഭവം എങ്ങനെയാ? ഇപ്പൊ ഈ കുട്ടികള് അഭിലാഷ് പറഞ്ഞ പോലെ ഇത്രയും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പ്രത്യേകിച്ച് സ്റ്റുഡന്റ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോ മോസിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അവരിതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടോ, അതോ ഈ പൊതുവെയുള്ള അഭിപ്രായങ്ങളിൽ ലീഡ് ചെയ്യപ്പെടുകയാണോ ചെയ്യണം? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്, എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ആളുകളാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട്, ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് അവർ കാര്യങ്ങളെ കാണുന്നുണ്ട്. യങ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു പൾസ് അറിഞ്ഞ ശ്രീജ ശ്യാമും അഭിലാഷ് മോഹനും സ്ഥാനാർത്ഥിയോട് സംസാരിക്കുകയാണ്.